ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 3 ശ്ലോകം 9. തൻ്റെ രോഗം മാറ്റാതിരുന്നാൽ ഗുരുവായൂരപ്പനും ദുഷ്കീർത്തി ഉണ്ടാവുമെന്ന് പറയുന്നു. ഭട്ടതിരി പറയണം. മരുദ്ഗേഹാദീശ ത്വയികലു പരാഞ്ജോഭിസുഖിനോ ഭവത്സ്നേഹീ സോഹം സുബഹുപരിതപ്യേ ജഗമിദം അകീർത്തിസ്തേ മാവൂ ദ്വരദ ഗതപാരം പ്രശമയൻ ഭവദ്ഭക്തോ തംസം ജഡിതി ഗുരുമാം കംസദമന. മരുദ്ഗേഹാദീശ ത്വയി പരാച്ച അഭി. ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ പേരിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖിന ഗലു സുഖമായി തന്നെ ഇരിക്കുന്നു. ഭവൽ സ്നേഹി സ അഹം, അവിടുത്തെ ഭക്തനായ ഈ ഞാൻ, സുബഹു പരിതപ്പേ ച വളരെയേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അല്ലാത്ത കഷ്ടം തന്നെ. ഇതം കി, ഇതെന്താണ്? വരദ കംസദമന തേ അകീർത്തി മാ അഭൂത്. ഭക്താഭിഷ്ടപ്രദനും കംസഹന്താവുമായ ഭഗവാനെ നിന്തിരുവടിക്ക് ദുഷ്കീർത്തി ഉണ്ടാവാതിട വരരുത്. ഗതവാരം പ്രശമയൻ, രോഗമെല്ലാം തീരെ മാറ്റി, മാം ജഡിതി ഭവത് ഭക്തോ തംസം കുരു, എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കി തീർക്കണമേ ഭഗവാനെ. ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ സഖ്യഭാവത്തിലാണ് ഇതിലെ പ്രാർത്ഥന. തനിക്ക് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും, ഭഗവാന് ഗുരുവായൂരപ്പന് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും, ആ സ്വാർത്ഥം വിചാരിച്ചിട്ടെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. വരദ എന്ന സംബോധന കൊണ്ട് പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും മറ്റും രക്ഷിച്ചതുപോലെ തന്നെയും രക്ഷിക്കണമെന്നും, കംസദമന എന്നതുകൊണ്ട് കംസനെ നിഗ്രഹിച്ചതുപോലെ തൻ്റെ രോഗത്തെയും നിഗ്രഹിക്കണമെന്നും സൂചിപ്പിക്കുന്നു. സ്പഷ്ടമായിട്ടാണ് പറയുന്ന കാര്യങ്ങൾ. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.